നമസ്കാരം. ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. നിങ്ങളൊരു വീട് വിൽക്കുകയാണ്. ആ വീട്ടിലെ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്കൊപ്പം കൊണ്ടുപോകാം, എന്തൊക്കെ അവിടെ തന്നെ വെച്ചേക്കണം? ഇത് പലപ്പോഴും നമ്മളെ കുഴപ്പിക്കുന്നൊരു ചോദ്യമാണല്ലേ? ഇന്ന് ഈ നിയമപരമായ സംശയത്തിന് നമുക്കൊരു ഉത്തരം കണ്ടെത്താം. ദാ ഈയൊരു ചോദ്യം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. നിങ്ങളൊരു വീട് വിൽക്കുകയാണെന്ന് വെക്കുക. സ്വന്തം കാശു കൊടുത്ത് വാങ്ങിവെച്ച ആ നല്ല ഭംഗിയുള്ള സീലിംഗ് ഫാൻ അത് അഴിച്ചെടുത്ത് കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ, അതോ അത് ആ വീടിന്റെ പുതിയ ഉടമസ്ഥന് അവകാശപ്പെട്ടതായി മാറുമോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം കിടക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. ആ ഫാൻ ഒരു ജംഗമ വസ്തുവാണോ അതോ ഒരു സ്ഥാവര വസ്തുവാണോ എന്നതിൽ. അതായത് അത് നിങ്ങളുടെ പേഴ്സണൽ സാധനമാണോ അതോ നിയമപരമായിട്ട് ആ വീടിന്റെ ഒരു ഭാഗമായി മാറിയ ഒന്നാണോ? നമ്മൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മുടേത് തന്നെയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അവയൊരു വീട്ടിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നിയമം അതിനെ ആ വീടിന്റെ ഭാഗമായിട്ടായിരിക്കും കാണുക. ഈയൊരു മാറ്റം എങ്ങനെ എപ്പോൾ സംഭവിക്കുന്നു എന്ന് കൃത്യമായി പറയുന്ന ഒരു നിയമപരമായ ആശയമുണ്ട്. അപ്പോ ആ ആശയത്തിലേക്ക് നമുക്ക് നേരെ കടക്കാം. നിയമത്തിൽ ഇതിന് പറയുന്ന പേരാണ് ഫിക്സ്ചർ. ഈ ഒരൊറ്റ വാക്കാണ് നമ്മുടെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം തരുന്നത്. അപ്പോ എന്താണ് ഈ ഫിക്സ്ചർ എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നമുക്ക് എടുത്തുമാറ്റാൻ പറ്റുന്ന ഒരു സാധനം, അതായത് ഒരു ജംഗമ വസ്തു, ഒരു കെട്ടിടത്തിൽ സ്ഥിരമായി ഘടിപ്പിക്കുമ്പോൾ നിയമം അതിനെ ആ കെട്ടിടത്തിന്റെ ഭാഗമായി കണക്കാക്കും. അങ്ങനെയുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഫിക്സ്ചറുകൾ എന്ന് വിളിക്കുന്നത്. ഇതൊന്നും പുതിയ കണ്ടുപിടുത്തം ഒന്നുമല്ല കേട്ടോ. പണ്ടേയുള്ള ഒരു ഇംഗ്ലീഷ് നിയമ തത്വമുണ്ട്. ക്വിക്ക് ക്വെഡ് പ്ലാന്റേറ്റർ സോലോ സോലോ സെഡിറ്റ്. അതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: മണ്ണിൽ നമ്മൾ എന്ത് നട്ടാലും പണിതാലും അത് മണ്ണിന്റെ ഭാഗമായിത്തീരും. നമ്മുടെ ഇന്ത്യൻ നിയമത്തിലും ഏകദേശം ഇതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അനുസരിച്ച് ഭൂമിയിൽ ഉറപ്പിച്ച മതിലുകൾ പോലുള്ളവ സ്ഥാവരവസ്തുക്കളാണ്. അതുപോലെ തന്നെ ഒരു കെട്ടിടം ശരിക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഘടിപ്പിക്കുന്ന വാതിലുകൾ, ജനലുകൾ, അതെല്ലാം നിയമപരമായി ആ കെട്ടിടത്തിന്റെ ഭാഗമാണ്. ശരി. അപ്പോ ഒരു സാധനം ഫിക്സ്ചർ ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാം? അതിന് നിയമം 2 സിമ്പിൾ ടെസ്റ്റുകൾ തരുന്നുണ്ട്. ഈ 2 ടെസ്റ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 2 കാര്യങ്ങൾ മാത്രം ഓർത്തുവെച്ചാൽ മതി. 1, അതെങ്ങനെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. 2, അതെന്തിനാണ് അവിടെ ഘടിപ്പിച്ചത്. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ സംഭവം ക്ലിയർ ആവും. ആദ്യത്തെ ടെസ്റ്റ്, ഘടിപ്പിച്ചു രീതി. അതായത് ഒരു സാധനം അതിന്റെ സ്വന്തം ഭാരം കൊണ്ട് വെറുതെ തറയിൽ വെച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അത് ജംഗമവസ്തുവാണ്. പക്ഷേ അത് സ്ക്രൂ ചെയ്തോ സിമന്റ് ചെയ്തോ ഭിത്തിക്ക് കേടുപാടുകൾ ഒന്നും വരുത്താതെ അഴിച്ചുമാറ്റാൻ പറ്റാത്ത രീതിയിലാണോ വെച്ചിരിക്കുന്നത് എങ്കിൽ അതൊരു ഫിക്സ്ചറായി മാറും. ഇനി രണ്ടാമത്തെ ടെസ്റ്റ്, ഇതാണ് ഏറ്റവും പ്രധാനം കേട്ടോ. ഉദ്ദേശ്യം. എന്തിനു വേണ്ടിയാണ് ആ സാധനം അവിടെ വെച്ചത്? ആ സാധനം നന്നായി ഉപയോഗിക്കാൻ വേണ്ടിയാണോ അതോ ആ വീട് നന്നായി ഉപയോഗിക്കാൻ വേണ്ടിയാണോ? ഉദാഹരണത്തിന്, ഒരു മെഷീൻ നിലത്ത് ബോൾട്ട് ചെയ്യുന്നത് അത് വിറയ്ക്കാതെ പ്രവർത്തിക്കാൻ വേണ്ടിയാണല്ലേ? അത് മെഷീനിന്റെ ആവശ്യമാണ്. എന്നാൽ ഒരു റൂം ഭംഗിയാക്കാൻ വേണ്ടി ഭിത്തിയിൽ ബുക്ക് ഷെൽഫ് ഉറപ്പിക്കുന്നത് ആ വീടിന്റെ മൂല്യം കൂട്ടാനാണ്. അപ്പോൾ ഈ ഉദ്ദേശ്യമാണ് നിർണായകമായ ഘടകം. ഓക്കെ, അപ്പോ ഈ 2 ടെസ്റ്റുകളും വെച്ച് നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചുവരാം. എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും, എന്തൊക്കെ അവിടെ ഉപേക്ഷിക്കണം? ഈ ടേബിൾ നോക്കിയാൽ സംഭവം ക്ലിയർ ആവും. നമ്മുടെ സീലിംഗ് ഫാന്റെ കാര്യം തന്നെ എടുക്കാം. അത് സീലിംഗിൽ ബോൾട്ട് ചെയ്തതാണ്. എന്തിനാ? ആ റൂം സ്ഥിരമായി ഉപയോഗിക്കാൻ. അതുകൊണ്ട് അതൊരു ഫിക്സ്ചറാണ്, കൊണ്ടുപോകാൻ പറ്റില്ല. എന്നാൽ ഒരു വിൻഡോ എയർ കണ്ടീഷണർ ആണെങ്കിലോ, അത് താൽക്കാലിക ആവശ്യത്തിനല്ലേ വെക്കുന്നേ, അതുകൊണ്ട് അത് ജംഗമ വസ്തുവാണ്. അതുപോലെ ഗാർഡൻ ഷെഡും നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം. അപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് വീട് മാറുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന്. അല്ല. വസ്തു വിൽക്കുമ്പോഴും വീട് പണയം വെക്കുമ്പോഴും എന്തിന് ഒരു വാടക കരാറിൽ ഏർപ്പെടുമ്പോൾ പോലും ഒരു വസ്തു ഫിക്സ്ചർ ആണോ അല്ലയോ എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോ ഇനി ഒരു കൗതുകത്തിന് നിങ്ങൾ നിങ്ങളുടെ വീടിന് ചുറ്റുമൊന്ന് നോക്കിക്കേ. നിങ്ങൾ സ്വന്തം പണം മുടക്കി വാങ്ങിയ ഏതൊക്കെ വസ്തുക്കളാണ് നിങ്ങൾ പോലും അറിയാതെ ഇപ്പോൾ നിയമപരമായി ആ വീടിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്? ഇൻട്രസ്റ്റിംഗ് ആയൊരു ചോദ്യമാണല്ലേ?